നാട്ടിൽ പല വിധത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് മെസ്സി ഇന്ത്യയിൽ വന്നതിനെ കുറിച്ചുകൊണ്ട് അങ്ങോട്ട് പറയാൻ രണ്ട് വാക്ക് പറയാനുള്ള ഒരു സമയം കിട്ടിയില്ല. ശബരിമല മുതൽ അങ്ങോട്ട് തുടങ്ങിയല്ലേ, ശബരിമല, രാഹുൽ മാങ്കൂട്ടം, ദിലീപ്, ഇതിങ്ങനെ പോവല്ലേ. ഇതിനിടയിൽ ഇലക്ഷൻ്റെ റിസൾട്ട്, ഈവൻ നമ്മുടെ സൈബർ സ്പേസിലാണെങ്കിലും നിങ്ങൾ നോക്ക്, ഭയങ്കര കോൺട്രിബ്യൂഷൻ കുറവാണ് മലയാളികളുടെ കയ്യിൽ നിന്ന്. മെസ്സി ഇന്ത്യയിൽ വന്ന ഒരു ഗോട്ട് ഇന്ത്യ ടൂറിനെ കുറിച്ചിട്ടുള്ള മൊത്തം പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ വളരെ കുറവാണ്. എന്താണെങ്കിലും സമയം പോലെ എല്ലാവരും ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. 14 വർഷത്തിന് ശേഷം മെസ്സിയെ ഇന്ത്യയിൽ കേരളത്തിൽ കൊണ്ടുവരുന്നതാണ് ഇവിടെ വാഗ്ദാനം ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും വെള്ളത്തിൽ വരച്ച വരെയായി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ മാർച്ചിൽ വന്നാലായി, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഗോട്ട് ഇന്ത്യ ടൂർ 2025 എൻ്റെ മോനെ ഫസ്റ്റ് കൊൽക്കത്തയിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത് കൊൽക്കത്ത, ഹൈദരാബാദ്, പിന്നെ ഡൽഹി ആൻഡ് മുംബൈ, ഇതാണ് പ്ലാൻ. ഇത്രയും സ്ഥലങ്ങളിൽ കൊണ്ടുവരാനായിരുന്നു പ്ലാൻ. അത്യാവശ്യം 4000 മുതൽ അങ്ങോട്ട് ടിക്കറ്റ് റേറ്റ്സ് ഉണ്ട്. ഓക്കെ, 25,000, 50,000 എന്നൊക്കെ പറഞ്ഞ് ടിക്കറ്റ് റേറ്റ്സ് ഉണ്ട്. കൊൽക്കത്തയിൽ എസ്പെഷ്യലി 4000, 5000, പിന്നെ ബ്ലാക്കിന് വിറ്റതും, പിന്നെ ഈ പറഞ്ഞ 25,000, 30,000 ഒക്കെ ആയിട്ട് അങ്ങനെ ടിക്കറ്റ് ഭയങ്കര ഹൈ റേറ്റ്സ് ആണ്. അപ്പോൾ ആളുകൾ ഇങ്ങനെ മെസ്സിയെ കാണാൻ, ഇപ്പോൾ കേരളത്തിനെ പറഞ്ഞു കൂട്ടത്തിൽ തന്നെയാണ് കൊൽക്കത്തയുടെ ഒരു അവസ്ഥയും. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭ്രാന്താണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മെസ്സി, പിന്നെ വേറെ റീസൺ ഉണ്ട്. മെസ്സി 14 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാച്ച് അവിടെ കളിച്ചിട്ടുണ്ട്, അതിൽ ക്യാപ്റ്റനായിരുന്നു. ആൻഡ് ഇഫ് ഐ എം നോട്ട് റോങ്, അത് മെസ്സിയുടെ ക്യാപ്റ്റൻസിയിലെ ഫസ്റ്റ് മാച്ച് ആയിരുന്നു. അതിന് മുമ്പ് ഒരു ക്യാപ്റ്റൻസി കിട്ടിയത് വേറൊരു ക്യാപ്റ്റനെ റീപ്ലേസ് ചെയ്ത് ഇഞ്ചുറി ടൈമിൽ വന്ന അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. പ്രോപ്പറായിട്ട് നാഷണൽ ടീം ക്യാപ്റ്റനായി അങ്ങനെ ആ ഒരു സ്റ്റേജ് സെറ്റായത് ഇവിടെ വെച്ചിട്ടാണ്. സോ അതിൻ്റെ ഒരു നൊസ്റ്റു കൂടി കാണുമായിരിക്കും. അങ്ങനെയാണ് കൊൽക്കത്തയിൽ ഫസ്റ്റ് ഇവൻറ്റ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഗോട്ട് ടൂറിൻ്റെ ഭാഗമായിട്ട് മെസ്സി, സുവാരസ്, റോഡ്രിഗോ ഡിപോൾ, ഇവർ 3 പേരുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൊൽക്കത്തയിൽ ഈ മൊത്തം പരിപാടി ഓർഗനൈസ് ചെയ്ത് വെച്ചൊരു രീതിൻ്റെ മക്കളെ, ലിറ്ററലി ഇന്ത്യനെ ലോകത്തിൻ്റെ മുന്നിൽ നാണം കെടുത്തി വിടുന്ന പരിപാടിയാണ് ഇവന്മാർ കാണിച്ചു കൂട്ടിയത്. അവിടെ രാഷ്ട്രീയക്കാരും പിന്നെ അവിടുത്തെ കുറച്ച് ബിസിനസ്സുകാരും കൂടി ചേർന്നിട്ട് മെസ്സി ആകെ ആ സ്റ്റേഡിയത്തിൽ നിന്നത് 9 മിനിറ്റോ 8 മിനിറ്റോ ആണ്. ഇവന്മാരെല്ലാവരും കൂടി സെൽഫി എടുക്കാനും ഇവന്മാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി പിച്ചിയും വലിച്ചും ചീന്തി ആകെ അങ്ങോട്ട് ഇല്ലാതാക്കി കളഞ്ഞു. മെസ്സി തന്നെ ആകെ ഞെട്ടിക്കൽ മെസ്സി ആയിപ്പോയി കൊൽക്കത്തയിൽ എത്തിയിട്ട്. മെസ്സിയെ കൊണ്ടുവരുമെന്ന് ആദ്യം പറഞ്ഞത് കേരളമാണ്, പക്ഷേ അതിനെയും സംഭവിച്ചിട്ടില്ല. കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ കോലാഹലങ്ങൾ ഇരിക്കവെയാണ് മെസ്സി ഇന്ത്യൻ മണ്ണിലെത്തുന്നത്. അങ്ങനെ ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്ത കൊൽക്കത്തയിൽ ലൂയിസ് സുവാരസിനെയും റോഡ്രിഗോ ഡിപോളിനെയും ഇടം വലം നിർത്തി മെസ്സി സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വന്നിറങ്ങി. അതിനു മുമ്പായി കൊൽക്കത്തയിൽ ഒരുക്കിയ 70 അടി ഉയരത്തിലുള്ള ഒരു പ്രതിമയും അനാച്ഛാദനം ചെയ്തു. ഈ പ്രതിമയ്ക്ക് മെസ്സിയുടെ ലുക്ക് ഉണ്ടോ എന്നത് മറ്റൊരു കാര്യം. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, ക്രിക്കറ്റ് താരം സൗരവ് ഗാംഗുലി, ബോളിവുഡ് ഐക്കൺ ഷാരൂഖ് ഖാൻ എന്നിങ്ങനെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വിഐപികൾ വേറെയും എത്തുമെന്നായിരുന്നു പ്രഖ്യാപനം. ഇവരൊക്കെയുണ്ടെങ്കിലും ആളുകൾ ടിക്കറ്റ് എടുത്തത് മെസ്സിയെ കാണാൻ വേണ്ടി മാത്രം. അങ്ങനെ കാത്തിരിപ്പിനൊടുക്കം രാവിലെ 11:30 മെസ്സി സ്റ്റേഡിയത്തിലേക്ക് നടന്നെടുത്തു. ബാഴ്സയിലും അർജന്റീനയിലും മിയാമിയിലുമെല്ലാം അയാൾ പന്ത് തട്ടുമ്പോൾ അത് കാണാനായി ഉറക്കമൊഴിച്ചവർക്കും അലാം വെച്ച് എണീറ്റവർക്കും അതൊരു സ്വപ്ന നിയോഗമായിരുന്നു. ഒരു സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം പോലെ മെസ്സിയെ നേരിട്ട് കാണാനുള്ള ആവേശത്തിലായിരുന്നു ആരാധകർ. അതിനിടയിലാണ് ഗ്രൗണ്ടിലുള്ള സംഘാടകരും ബംഗാൾ കായിക മന്ത്രിയും മറ്റു മുതലാളിമാരും അടക്കമുള്ള 80ഓളം പേർ വരുന്ന സംഘം മെസ്സിയെ പൊതിയുന്നത്. പിന്നീട് അവരുടെ സെൽഫി എടുക്കലും ഓട്ടോഗ്രാഫ് വാങ്ങലും എല്ലാമായിരുന്നു നടന്നത്. ഈ ജനക്കൂട്ടത്തോടൊപ്പം സെക്യൂരിറ്റി ഗാർഡ്സ് വേറെയും. സംഘാടകർ എല്ലാവരോടും പിന്മാറണമെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും ഒന്നും നടന്നില്ല. ഇതോടെ ഗാലറിക്ക് കലിപ്പ് വന്നു തുടങ്ങി. ഏറ്റവും ചെറിയ ടിക്കറ്റിന് വരെ 5000ഓളം രൂപ കൊടുത്താണ് ആരാധകർ സ്റ്റേഡിയത്തിൽ ഇരുന്നിരുന്നത്. അതിൻ്റെ 10 ഇരട്ടിയോളം കൊടുത്തവരുമുണ്ട്. എന്നിട്ടും മെസ്സിയെ കാണാനാകാതെ വന്നതോടെ അവർക്ക് ക്ഷമ നശിച്ചു തുടങ്ങി. വി വാണ്ട് മെസ്സി എന്ന ചാൻറ്റുകളാണ് പിന്നീട് സ്റ്റേഡിയത്തിൽ ഉയർന്നത്. ചുറ്റുമുള്ള ക്രൗഡിന്റെ പരാക്രമങ്ങളും സുരക്ഷാ വീഴ്ചകളും ബോധ്യമായതോടെ മെസ്സിയും സംഘവും പെട്ടെന്ന് മടങ്ങാൻ തീരുമാനിച്ചു. 1 മണിക്കൂറിലേറെ സ്റ്റേഡിയത്തിൽ ചെലവിടുമെന്ന് അറിയിച്ചിരുന്ന മെസ്സി സ്റ്റേഡിയത്തിൽ കഷ്ടിച്ചു നിന്നത് 20 മിനിറ്റ് മാത്രം. പിന്നാലെ ഗാലറി അടക്കി പിടിച്ച് വികാരം പുറത്തെടുത്തു. കസേരകൾ എടുത്തുള്ള എയറായിരുന്നു ആദ്യം. പിന്നാലെ വാട്ടർ ബോട്ടിലുകൾ ഇടമുറിയാതെ സ്റ്റേഡിയത്തിലേക്ക് പതിച്ചു തുടങ്ങി. ബാരിക്കേഡുകൾ തകർത്ത് കാണികൾ ഗ്രൗണ്ടും കൈയടക്കി. പോലീസ് ആവുന്ന വിധം ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും അവരുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല അത്. അതോടെ സ്റ്റേഡിയം ഒരു വെള്ളരിക്കാ പട്ടണമായി മാറി. പിന്നാലെ കൂടുതൽ പോലീസ് എത്തി ലാത്തിചാർജും ഒഴിപ്പിക്കലും തുടങ്ങി. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സ്റ്റേഡിയത്തിലെത്തുമ്പോഴേക്കും ഇതെല്ലാം സംഭവിച്ചിരുന്നു. ഏതായാലും മമത മെസ്സിയോടും ആരാധകരോടും ഒരുപോലെ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. പോലീസ് മുഖ്യ സംഘാടകരായ സദാത്രു ദത്രയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആരാധകർക്ക് കോമ്പൻസേഷൻ നൽകാമെന്ന് സംഘാടകരെ കൊണ്ട് പോലീസ് പറയിപ്പിക്കുകയും ചെയ്തു. അതിനിടയിൽ ബംഗാളിലെ പ്രതിപക്ഷവും ഗവർണറും സർക്കാരിനെതിരെ രംഗത്തെത്തുകയും ചെയ്തു. സംഗതി ലോകമാകെ അറിയുകയും ചെയ്തു. എന്നാൽ കൊൽക്കത്തയുണ്ടാക്കിയ പേരുദോഷം ഹൈദരാബാദ് തിരുത്തുന്നതാണ് പിന്നീട് കണ്ടത്.
കൊൽക്കത്തയിലേത് ഹൈദരാബാദിൽ ആവർത്തിക്കരുതെന്ന് പോലീസ് കർശന മുന്നറിയിപ്പ് നൽകിയിരുന്നു. തെലങ്കാന കോൺഗ്രസ് ഭരിക്കുന്നതിനാൽ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പ്രത്യേക അതിഥിയായി രാഹുൽ ഗാന്ധിയെയും ക്ഷണിച്ചിരുന്നു. തിങ്കളാഴ്ച ഷെഡ്യൂൾ ചെയ്ത മോഡി മെസ്സി കൂടിക്കാഴ്ചയ്ക്ക് മുന്നേ രാഹുലിനെ എത്തിച്ചുള്ള പ്ലാൻ. രാത്രി 7:50 സ്റ്റേഡിയത്തിലെത്തിയ മെസ്സി 9 മണിവരെ ഗ്രൗണ്ടിൽ തുടർന്നു. മെസ്സിയുടെ കൊൽക്കത്ത ഗ്രൗണ്ടിലേക്കുള്ള എൻട്രി തുടങ്ങുന്നതാണ് ഞാനിവിടെ വയ്ക്കുന്നുണ്ട്. ഈ ഒരു കാറിലുള്ള വരവാണ്. ഒന്നാമത് കാറിൽ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് ഇറക്കി, പിന്നെ ചുറ്റും ഈ കാണുന്ന വിഷ്വൽസിലുള്ള പോലെ ഹൈ സെക്യൂരിറ്റി എന്നാണ് ഇവർ പറയുന്നത്. ഇത് സെക്യൂരിറ്റിയേക്കാൾ ഉപരി അവിടുത്തെ മിനിസ്റ്റേഴ്സ്, MLA, MP, പിന്നെ ആ നാട്ടിലുള്ള കുറേ പ്രാഞ്ചിക്കുട്ടന്മാർ, ഇവരെല്ലാവരും കൂടി വട്ടം ചേർന്ന് മെസ്സി എവിടെയെന്നുള്ളത് നാട്ടുകാർക്ക് കണ്ടുപിടിക്കാൻ തന്നെ പാടായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഓക്കെ, സൗരവ് ഗാംഗുലി ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ എവിടേക്കോ ക്യാമറ തിരിയുമ്പോൾ പലരെയും കാണുന്നുണ്ട് എന്നുള്ള രീതിക്ക് നാട്ടുകാർക്ക് മെസ്സിനെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതന്നെ ഒരു ടാസ്ക്കായി മാറുന്ന ഒരു അവസ്ഥയായിരുന്നു കൊൽക്കത്തയിൽ. അപ്പോൾ അതങ്ങനെ ആ ഒരു സിറ്റുവേഷൻ, ഈ മെസ്സിനെ കുറച്ച് മിനിസ്റ്റേഴ്സ് മെസ്സിനെയും ഒപ്പമുള്ള ബാക്കി പ്ലെയേഴ്സിനൊക്കെ കൈ പിടിച്ച് വലിക്കുക, അവർ സെൽഫി എടുക്കുക. കാരണം അവിടെ എങ്ങനെയാണ് അറിയാം, അവിടെ ഈ ഫുട്ബോൾ ഭയങ്കര സീനാണ്. നമ്മളെ നാട്ടിലുള്ള പോലെ തന്നെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലങ്ങനെ ഫുട്ബോളും രാഷ്ട്രീയവും എത്രത്തോളം അങ്ങനെ എന്താ പറയുക, ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഉണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. അങ്ങനെ ഇല്ല. ബട്ട് അവിടെ അങ്ങനെയല്ല. അവിടെ മെസ്സിൻ്റെ ഒപ്പം നിന്ന് 2 സെൽഫി ഇട്ട് കഴിഞ്ഞാൽ മെസ്സിനെ കൊണ്ടുവന്ന് ഞാനെന്നുള്ള ക്രെഡിറ്റ് ഒക്കെ എടുത്താൽ ഏതെങ്കിലും അന്തം വിട്ടവന്മാർ 4 വോട്ട് കൂടുതൽ കൊടുത്താലായി എന്നുള്ള സിറ്റുവേഷൻ അവിടെ ഉണ്ട് കൊൽക്കത്തയിൽ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവന്മാരെന്ത് ചെയ്തിട്ടുണ്ട്, കുറേ പേര് പ്രാഞ്ചിക്കുട്ടന്മാർ അവിടെ ചെന്നിട്ട് മെസ്സിനെയൊക്കെ വലിച്ചു പിടിച്ച് സെൽഫി എടുക്കാൻ വേണ്ടി സ്വന്തം മക്കളെയും സ്വന്തം കൂട്ടക്കാരെയും കുടുംബക്കാരെയും കൊണ്ടുവന്ന് നാട്ടുകാർക്ക്, ഇത്രയും ടിക്കറ്റ് എടുത്ത് മെസ്സിയെ കാണാൻ വന്ന നാട്ടുകാർക്ക് ഒരു കാണാനുള്ളൊരു വഴി പോലും കൊടുക്കാത്ത പരിപാടികൾ അവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. മെസ്സിക്ക് മനസ്സിലായി സംഗതി കൈവിട്ട് പോകുന്നൊരു സിറ്റുവേഷൻ ആണെന്നുള്ളത് കൊണ്ടായിരിക്കണം മെസ്സി ഞെട്ടിത്തരിച്ച് എന്ത് ചെയ്ത് 8 മിനിറ്റ് കൊണ്ട് ഗ്രൗണ്ട് വിട്ട് പോയി. നോർമലി ഹൈദരാബാദിലെ വിഷ്വൽസൊക്കെ ഇന്നലെ നമ്മൾ കണ്ടു, മുംബൈയിലെ വിഷ്വൽസ് ഇന്നലെ നമ്മൾ കണ്ടു കാണും. ഹൈദരാബാദിലും മുംബൈയിലുമായിട്ട് പല രീതിയിലുള്ള കൾച്ചറൽ പ്രോഗ്രാംസ് നടക്കുന്നു, പല അതർ ഷോസ് നടക്കുന്നു. മെസ്സി വരുന്നതിന് മുമ്പ് തന്നെ സ്റ്റേഡിയത്തിൽ മാച്ചുകൾ നടക്കുന്നു. അങ്ങനെ ഒരു ഇവൻറ്റ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് അവിടെയൊക്കെ നടന്നത്. അതേ ഇവൻറ്റ് പ്ലാനിങ് ഇവിടെയും നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വെരി അൺഫോർച്ചുനേറ്റ്ലി ഇവിടുത്തെ രാഷ്ട്രീയക്കാരും പിന്നെ ഈ പറഞ്ഞ കുറേ പ്രാഞ്ചിക്കുട്ടന്മാരായിട്ടുള്ള ബിസിനസ്സുകാരും കൂടി ചേർന്നിട്ട് ആ ഇവൻറ്റ് തട്ടിപ്പൊളിച്ച് പണ്ടാറിറക്കി കളയാനുണ്ടായത്. ഇവൻറ്റ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇവൻറ്റിൻ്റെ മുന്നെയോ ഇവർ മെസ്സിയുടെ ഒരു പ്രതിമ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ടാക്കി വെച്ചിരുന്നു മക്കളെ. അത് ലോക ട്രോളായി മാറിയിരിക്കുകയാണ്. Messi's reaction the first time he saw his massive statue that looked more like Ronaldo than himself is hilarious. Everyone knows Messi traveled to India to unveil his massive statue, but security couldn't fully control the crowd, so Messi was only able to stay in the stadium for about 10 minutes. Fans got so angry they started trashing the stadium and demanding refunds. Because it wasn't safe, they made Messi unveil his own statue online. Bro couldn't even stand next to it. They handed him a remote like it's a game show. Face still covered. He presses the button. Boom. Ronaldo with a Messi DLC pack. Just look at Messi's reaction. He thought it was a joke. ഒന്ന് ആലോചിച്ച്, ലോകത്തിലുള്ളവരൊക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണം. ഇത് ഈ സ്റ്റാച്യൂവിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, ബാക്കിയുള്ളതൊക്കെ പറയാം. ഒന്ന് ഈ സ്റ്റാച്യൂവിൻ്റെ അടുത്ത് പോയിട്ട് അയാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ സ്റ്റാച്യു റിവീൽ ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു ഓക്വേർഡ് സാധനം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ അടുത്ത് പോകാൻ പോലും പറ്റിയില്ല മെസ്സിക്ക്. ഇത്രയും വലിയ സ്റ്റാച്യു, ഓക്കെ ഇനി മെസ്സിൻ്റെ വലിയ സ്റ്റാച്യു ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഇന്ത്യയെ കൊണ്ടുവന്നു എന്നുള്ള രീതിക്ക് കൊണ്ടുവന്ന് ഇതൊരുമാതിരി കുട്ടികളെ റിമോട്ടും കൊടുത്ത് ഓൺലൈനിൽ സാധനം ചെയ്യിപ്പിച്ച് വിട്ട് എങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ടോ സ്റ്റാച്യു പുറത്ത് വന്നപ്പോഴത്തേക്ക് മറ്റേ ഋത്തിക് റോഷനാണെന്നാണ് ഞാൻ അതേ വിചാരം. ഋത്തിക് റോഷൻ്റെ സ്റ്റാച്യു അവിടെ വെച്ചത്. ഇതിലും നല്ലത് ഈ ആദിലിൻ്റെ ഇക്കുബായ് കുഴിമന്തിൻ്റെ മുന്നിലൊരു സാധനം ഇരിക്കുന്നുണ്ട് മെസ്സിയുടെ സ്റ്റാച്യു. അത് ഇതിലും ബെറ്ററല്ല, അതാണ് സ്റ്റാച്യു. ഇതൊരുമാതിരി ഋത്തിക് റോഷൻ്റെ കയ്യിൽ മറ്റേ കപ്പും കൊടുത്ത് വിട്ട പോലത്തെ ഒരു ഐറ്റായി പോയി എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ചിലർക്ക് റൊണാൾഡോ തോന്നുന്നുണ്ട്, ചിലർക്ക് എനിക്ക് ഋത്തിക് റോഷൻ എന്നാണ് ഈ ഒരു ഐറ്റം കണ്ടിട്ട് തോന്നുന്നത്. മെസ്സി തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ടാവും. 70 അടി 70 ഫീറ്റ് സ്റ്റാച്യു എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം വെച്ചിട്ടുള്ളത്. ഈ സ്റ്റാച്യു വെച്ച മക്കളോട് ചോദിക്കാനുള്ളത്, ഇന്ത്യൻ ഫുട്ബോളിന് ഇവർ എന്ത് വെച്ചു കൊടുത്തു എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നത്. സോ ക്രിക്കറ്റേഴ്സിന് വീണ്ടും ഉണ്ട്. ഇപ്പോൾ സച്ചിനൊക്കെ ഈ പറഞ്ഞ പോലെ പ്രതിമകളുണ്ട്. ഇവിടെ സുനിൽ ഛേത്രി എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. അങ്ങേരെ ഒരു കപ്പ് മേടിക്കാൻ പോയ സമയത്ത് അങ്ങേരെ വരെ മാറ്റി നിർത്തി ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഫോട്ടോ കൊടുത്തതിൻ്റെയൊക്കെ വിഷ്വൽസും അത് ഭയങ്കര കോൺട്രവേഴ്സി ആയൊരു സ്ഥലത്താണ്. ഓക്കെ, മെസ്സി ഈസ് എ ലെജൻഡ്, ഗോട്ട്, ഒന്നും പറയാനില്ല. പക്ഷെ സ്വന്തം രാജ്യത്തെ കളിക്കാരെ സൈഡാക്കിയ ഈ പരനാറികൾ ഇതല്ല ഇതിലപ്പുറം ചെയ്യുന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ പോരെ. അങ്ങനെ കൊൽക്കത്തയിൽ വൻ സീൻ എന്ന് പറഞ്ഞാൽ ഒരു ഒടുക്കത്തെ സീനായി മാറിയിരുന്നു. അവിടുന്ന് മാറിയിട്ടാണ് പിന്നെ എങ്ങോട്ട് പോകുന്നത്, ഹൈദരാബാദിലേക്ക് പോകുന്നത്. ഹൈദരാബാദിൽ പോയപ്പോഴത്തേക്ക് സീനുകൾ കുറച്ചും കൂടി സെറ്റിലായി. രേവന്ത് റെഡ്ഡി, അങ്ങേര് മറ്റേ ഫുട്ബോൾ പ്ലെയറാണെന്നാണ് പറഞ്ഞത്. അങ്ങേരുടെ കുറേ പ്രിപ്പറേഷൻ വീഡിയോസൊക്കെ വളരെ കോമഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു.
എന്താണെങ്കിലും അവിടുത്തെ CM ഫുട്ബോൾ പ്ലെയർ ആയതുകൊണ്ട് തന്നെ അങ്ങേര് സോക്സും ഷൂവും മറ്റ് ജേഴ്സിയൊക്കെ ഇട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി അങ്ങേര് മെസ്സിക്കൊപ്പം പന്ത് തട്ടി. അവരൊരു കാര്യം ചെയ്തിട്ടുണ്ട്, അവർ ഈ കൊൽക്കത്തയിലെ പോലെ മെസ്സിനെ അങ്ങനെ പൊതിഞ്ഞു കൊണ്ടുപോയിട്ടില്ല. മെസ്സിയും ഒപ്പമുള്ളവരൊക്കെ ബാക്കി പ്ലേയേഴ്സ് വാരസൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് നടക്കുകയായിരുന്നു, ക്രൗഡിനോട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ബോൾ തട്ടി ക്രൗഡിന് കൊടുക്കുന്നുണ്ടായിരുന്നു, കുട്ടികളുടെ മാച്ച് കാണുന്നുണ്ടായിരുന്നു, കുട്ടികളൊപ്പം കളിക്കുന്നുണ്ടായിരുന്നു അവർ, അങ്ങനെ ഫ്രീ കിക്ക് എടുത്തിട്ടുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ കുറേ ആക്ടിവിറ്റീസ് മെസ്സിക്ക് ചെയ്യാനുണ്ടായി. ഈ 10 മിനിറ്റ് കൊണ്ട് കൊൽക്കത്തയിൽ നിന്ന് പോയത്തെ ഒരു സ്കീമൊന്നും ഹൈദരാബാദ് സംഭവിച്ചില്ല. പക്ഷേ ഹൈദരാബാദ് വേറെ നടന്ന ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് കാണുന്ന ഐറ്റമാണ്. അതായത് ഏതോ ഒരാളെ വിളിച്ചു കൊടുക്കുന്ന ഒരു റിട്ടേൺ പാസ് പോലും ഇട്ട് കൊടുക്കാൻ അറിയാത്ത ഒരാളെ പിടിച്ചിട്ടാണോ മെസ്സിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിങ്ങൾ പാസ് ടീച്ച് ചെയ്യുന്ന വെച്ചിട്ട് വീണ്ടും ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഒരുപാട് പേര് നമ്മളെടുത്തിട്ട് ട്രോളി. ഓക്കെ, വൺ ട്രോൾ. ഇതെനിക്ക് തോന്നുന്നത് കൊൽക്കത്തയിൽ വന്നതിനേക്കാൾ വലിയ ട്രോളായിപ്പോയി ഈ പറഞ്ഞ പാസിൻ്റെ കാര്യത്തിൽ രേവന്ത് റെഡ്ഡിക്ക് കാണിച്ച പരിപാടിയൊക്കെ. അതൊക്കെ അങ്ങനെ ഒരു സൈഡിൽ പിന്നെയും നമുക്ക് ട്രോള് മേടിക്കാൻ നമ്മൾ ബാക്കിയായിപ്പോയി. ഇനി സത്യം പറഞ്ഞാൽ മുംബൈയിൽ എത്തിയപ്പോഴാണ് ഈ ഇവൻറ്റിൻ്റെ ഒരു ഭംഗി കിട്ടിയത്. അതിനിടയിൽ രാഹുൽ ഗാന്ധി വന്നു പോയിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയൊക്കെ പിന്നെ അത്യാവശ്യം അങ്ങേർക്ക് ഒരു സ്റ്റാൻഡേർഡ് ആൻഡ് എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക്. അങ്ങേർക്ക് കമ്പയറിങ് ടു അതർ ഗൈസ് ഇങ്ങേരൊക്കെ കുറച്ചും കൂടി അടിപൊളിയാണ്. ഒരു എബോവ് ആവറേജ് ലിവിങ് ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ അങ്ങേരുടേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ. അതുകൊണ്ട് തന്നെ അങ്ങേര് മാറി നിന്ന് കൊടുത്തു കുറേ വട്ടം. ഈ സ്റ്റേജിലൊക്കെ കുറേ പേര് ഫുട്ബോൾ പ്ലെയേഴ്സൊക്കെ വന്ന സമയത്തും കുട്ടികൾ വരുന്ന സമയത്തും ബില്ലിംഗ്ലി അങ്ങേര് മാറിക്കൊടുത്തിട്ട് കുട്ടികൾക്ക് കുറേ അധികം ഓപ്പർച്യൂണിറ്റി കൊടുത്തു. പിന്നെ അങ്ങേരുടെ സ്പേസ് കിട്ടിയപ്പോൾ അങ്ങേര് കയറിയിട്ട് ജേഴ്സിയും സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങേരൊരു സൈഡിൽ കൂടി പോയി. ഈവൻ ഷാറൂഖ് ഖാൻ ആണെങ്കിലും ഷാറൂഖ് ഖാൻ ഈ സ്റ്റാച്യു റിവീൽ ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് ഷാറൂഖ് ഖാൻ എന്ത് ചെയ്തിട്ട് ഷാറൂഖ് ഖാൻ ഇപ്പോൾ നാണം കെട്ടലാണ്. കല്യാണത്തിനൊക്കെ പോയിട്ട് അങ്ങനെ ട്രോളി കെട്ടലാണ് മെയിൻ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും അവിടെ വന്നിട്ട് മെസ്സിനെ കണ്ട് അങ്ങനെ ആ വഴിക്ക് പോയിട്ടുണ്ട്. ഈ രാഷ്ട്രീയക്കാരെ പോലുള്ള കോമാളി പരിപാടിക്ക് ഇവരാരും നിന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇന്നലെ ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വിഷ്വൽസ് ഇതാണ്. ഒന്ന് ഗോട്ട് വിത്ത് ഗോഡ്, സച്ചിൻ ടെണ്ടുൽക്കർ ആൻഡ് മെസ്സി. അതൊരു ഡിഫറെൻറ്റ് ലെവൽ ഓഫ് സാധനമായിരുന്നു അടിച്ചത്. കണ്ടപ്പോൾ തന്നെ ഗൂസ് ബംസ് ആണ് ഒരു രക്ഷയില്ലാത്ത ഗൂസ്. ആൻഡ് സുനിൽ ഛേത്രി മെസ്സിനെ കണ്ട് ആ ജേഴ്സി പിടിച്ച് നിൽക്കുന്ന വിഷ്വൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാവ് ഓടിക്കുന്ന സാധനങ്ങൾ ഒരു രക്ഷയില്ല. അതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ശരിക്കും ഓർഗനൈസ് ചെയ്ത്. ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് മുംബൈയിലും വേറെ സ്കീം പറ്റിയിട്ടുണ്ട്. അജയ് ദേവ്ഗണ്ണും ടൈഗർ ഷ്രോഫും വന്നിട്ട് അത് അജയ് ദേവ്ഗണിൻ്റെയോ ടൈഗർ ഷ്രോഫിൻ്റെയോ വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിനും ട്രോള് കയറിയിട്ടുണ്ട്. കാരണം അജയ് ദേവ്ഗണിന് പൊന്നാട അണിയിക്കുന്നു, മറ്റേ ടൈഗർ ഷ്രോഫിന് പൊന്നാട അണിയിക്കുന്നു, അപ്പുറത്ത് മെസ്സിയും ടീമും നോക്കിക്കുന്നു. ആരുടെ ഇവർ ഫുട്ബോൾ പ്ലെയറാ അങ്ങനത്തെ നോക്കിക്കുന്ന കുറേ വിഷ്വൽസ് സാധനങ്ങളൊക്കെ ഒരു സൈഡിൽ കാണാൻ പറ്റിയിരുന്നു. പക്ഷേ ഇത് ഹിറ്റ് ചെയ്ത അത്രയൊന്നും എനിക്ക് വേറെ ഒന്നും ഹിറ്റായിട്ടില്ല എന്നല്ല ഈ ഒരു മെസ്സിന്റെ എൻറ്റയർ ടൂറിൽ. This man is known as the god of cricket in India. You want to see, this is his stadium. You want to see what happens? Let's go. Sachin! One more time, Sachin! സച്ചിൻ ഇത് തരണ ഒരു തരം കിക്കുണ്ട് മക്കളെ. അത് അതെന്താ പറയുക, നമ്മളാ ലൈവ് കളി ഒന്ന് സ്റ്റേഡിയത്തിൽ നിന്ന് നിങ്ങൾ സച്ചിൻ കളിക്കുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് TV-യിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഇലക്ട്രിഫൈങ് സാധനം അടിക്കും. മനസ്സിലായോ? സച്ചിൻ എന്നുള്ള ഒരു ഐറ്റം ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. അത് ഭീകരം. അത് മെസ്സി വരെ ഞെട്ടിപ്പോവും. അമ്മാതിരി ഐറ്റം ആയിരുന്നു ഇന്നലെ മുംബൈയിലുണ്ടായിട്ടുള്ളത്. ഇതിനിടയിൽ മമതാ ബാനർജി വന്നിട്ട് മെസ്സിയോടും ആരാധകരോടൊക്കെ മാപ്പ് ചോദിച്ചു പോയിട്ടുണ്ട്. കാരണം മൂപ്പരെ മിനിസ്റ്റേഴ്സ് ചെയ്ത കുറച്ച് പരിപാടികളിലാണല്ലോ അവിടുത്തെ ഓർഗനൈസറെ പോലീസ് പിടിച്ചിട്ടുണ്ട്. സ്തദ്രുത് ദത്ത് എന്ന് പറഞ്ഞുള്ളൊരു ചങ്ങാതിയാണ്. അങ്ങേരെ പോലീസ് പിടിച്ചിട്ടുണ്ട്. അങ്ങേര് പാവടെ. അങ്ങേര് ഇതിന് മുമ്പ് എനിക്ക് 2017 മറഡോണയെ കൊണ്ടുവന്ന് ഇവൻ്റൊക്കെ അങ്ങേരാണ് ചെയ്തിട്ടുള്ളത്. സോ അങ്ങേര് അത്യാവശ്യം ഇവൻറ്റ്സ് ചെയ്യാൻ അറിയുന്ന ഒരാളായിട്ട് പോലും പോലീസുകാർ മര്യാദയ്ക്ക് അവിടുത്തെ കാര്യങ്ങൾ നോക്കാത്തത് കൊണ്ടും പിന്നെ ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും കൂടിയിട്ട് മിനിസ്റ്റേഴ്സ് എല്ലാവരും കൂടി അലമ്പാക്കിയത് കൊണ്ടാണ് അയാൾക്ക് ആ ഒരു അവസ്ഥയിലെത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നത്. हम लोग यहाँ मेसी को देखने आए थे, ना कि हमारे पॉलिटिशियन को, स्टेडियम को और उनसे जुड़े हुए जो भी खड़े थे उधर उन लोगों को, उनको तो देखने नहीं आए थे. लेकिन देखा गया कि हम उनको ही देख पाए अगल बगल में.
उनका जो हाइट है उसके कारण वो जितना उनको घेर के रखे थे किसी भी पॉइंट से वो नजर नहीं आए। जब जैसे हम घर में टीवी देखते हैं वैसे ही हमने स्क्रीन में उन्होंने देखा, एक बार भी ना उन्होंने कोई फ्री किक दिया, ना कोई खेल के माने कोई जो बात करना चाहिए किसी जनरेशन के लिए कुछ नहीं कर पाए। उनको ऐसे घेरे हुए थे सब कि वो कुछ नहीं कर पाए। उनको पैसे की बात यहाँ पे आता है जरूर, क्योंकि बहुतों ने बहुत सारा पैसा लिखा है, ठीक है, लेकिन पैसे से भी आगे है इमोशन। बहुत सारे लोग बहुत रात से यहाँ खड़े हैं, बहुत पहले से यहाँ से आए हुए हैं, तो उनके लिए आप क्या कहना चाहेंगे? उसके लिए पैसा क्या है? वो तो इमोशन हो गया ना। तो फिर बात ये है कि मैनेजमेंट को ये सोचना चाहिए, जब हम इतने दिनों से इतने एडवर्टाइजमेंट कर रहे हैं कि बाहर से कोई आ रहा है, हम लोग दिखाएंगे उनको, हम लोगों को जमा कर रहे हैं, तो हमको देखने का एक मौका दिया जाए। ऐसा भी हो सकता कि आप लोग अपना काम कर लीजिए, उसके बाद उनको घूमने दीजिए, पूरा एक बार राउंड करने दीजिए, सब इंडिविजुअली उनको एक एक पल के लिए देख सके, लेकिन ऐसा कुछ भी नहीं हुआ। हाँ, पूरी निराशा, और जो लोगों ने पूरा अपना गुस्सा उतारा है। 500 आदमी घेर के रखा है मेसी को, सब नेता अभिनेता लोग। हम लोग को क्यों बुलाया? ये देखिए टिकट 10 आदमी लोग, क्या करने आएंगे हम लोग? पब्लिक मतलब बेवकूफ है बंगाल में। देख लीजिए 10,000 रुपया का टिकट है, 12,000 रुपया का, एक शक्ल नहीं देख पाया उनका। हम लोग सब नेता लोग घोर के रखा है उसको पूरा एकदम। Disappointing paying that hefty amount of money is just that they had 50 people around him who were going around him, and we couldn't even get a glimpse of him for once. It was just those ministers, whoever were there, and he just waved a couple of times and that's it. We paid some 10,000, 12,000, but we couldn't have a glance at him. So all the members, the managements, they were like stick to him. All together, he was just for 10 minutes. We couldn't see him for a bit. So it was a disaster, I can say. No one. The public was booing him. Like we were all waited 2 hours for there. Okay, we were there for 2 hours from morning. Okay, people were like very enthusiastic. They were shouting at all, but Messi came. The people, they were playing. I don't know why they were playing, how they were playing. Messi was there and they were just eager to sign their own jerseys. कि एक झलक, सब अपना काम छोड़ के आए, सब लोग अपने टिकट पैसे दे के आए एक झलक देखने के लिए, लेकिन कुछ नहीं मिला. ഇതാണ് കൊൽക്കത്ത ഇവന്റ് കഴിഞ്ഞിട്ട് അടിച്ചു പൊളിച്ച പുറത്തിറങ്ങിയ നാട്ടുകാർക്ക് പറയാനുണ്ടായിരുന്നത്. മനസ്സിലായോ? അവിടുത്തെ രാഷ്ട്രീയക്കാരെ കാണാനോ അവരുടെ തെമ്മാടിത്തരങ്ങൾ കാണാൻ വേണ്ടിയിട്ടോ അല്ല നമ്മൾ ടിക്കറ്റിന് പൈസയും മുടക്കി വന്നത്. 10 രൂപേൻ്റെ വെള്ളം വരെ 200 രൂപയ്ക്ക് ആ സ്റ്റേഡിയത്തിൽ വിറ്റു എന്നുള്ളത് അവിടെ പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ വിഷ്വൽസും ഉണ്ട്. ഇതെന്താ പറയുക, ഇതൊരു പാഠമായിട്ട് എടുക്കണം. ഓക്കെ, ഇതൊരു പാഠമായിട്ട് ഇവിടെ മെസ്സിയെ കൊണ്ടുവരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റും കൊണ്ടുവരുന്ന സ്പോൺസേഴ്സും ഇതൊരു പാഠമായിട്ട് എടുക്കണം. ഞാൻ പറയുന്നത് അവിടുത്തെ പോലെ അല്ല ഇവിടുത്തെ ക്രൗഡ്, നമ്മൾ കുറച്ചുകൂടി മെച്ചുവേർഡായിട്ട് ബിഹേവ് ചെയ്യും എന്ന് ഞാൻ പറയുന്നു. അവിടുത്തെ പോലെ അത്ര അലമ്പാക്കാൻ പോകുന്നില്ല, തച്ച് പൊട്ടിക്കാനോ അതിനോ ഇതിനോ നമ്മൾ ചെല്ലുന്നുണ്ടാവില്ല അധികം. അത് എൻ്റെ ഒരു ട്രസ്റ്റാണ് നമ്മളുടെ ക്രൗഡിന് മുകളിൽ. ബട്ട് സ്റ്റിൽ ഇവിടുത്തെ സെവൻസിലുണ്ടാകുന്ന ഒരു അടിയും അല്ലെങ്കിൽ ബാക്കി കോലാഹലങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് മനസ്സിനകത്തൊരു പേടിയുണ്ട്. എന്ത് ഇവിടെ എങ്ങാനും ഇനിയിപ്പോൾ ഈ വന്ന പോലെ മെസ്സി 5-10 മിനിറ്റ് കൊണ്ട് വന്നിട്ട് കയ്യും കാണിച്ച് ടാറ്റ കാണിച്ച് പോയി കഴിഞ്ഞാൽ പണി പാടൂലേ? ആൻഡ് സ്പോൺസർ പറഞ്ഞ കാര്യം ഞാനൊന്ന് ഇപ്പം ഇങ്ങനെ റിവൈൻഡ് അടിച്ച് ആലോചിച്ച് നോക്കണം. ഈ മെസ്സിനെ കൊണ്ടുവരുന്ന കേസിൽ മെസ്സിയെ വെറുതെ കൊണ്ടുവന്ന് ടാറ്റ കാണിച്ച് കൊണ്ടുപോകാനാണെങ്കിൽ അത് പറ്റും. മാച്ച് കളിപ്പിക്കുകയാണ് അവരുടെ ആവശ്യം എന്നുള്ളത്. ഈ മാച്ച് കളിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ചും കൂടി നന്നായിരിക്കും. ഇതേപോലെ ഒരു സ്റ്റേഡിയത്തിൽ ആളെ കുത്തി നിറച്ചിട്ട് ചുമ്മാ അവിടെ വന്നിട്ട് ഒരു 10-20 മിനിറ്റ് നിന്ന് അല്ലെങ്കിൽ 1 മണിക്കൂർ നിന്ന് പോകുന്നത് അത് വോത്തിയാണോ എന്നുള്ളതും കൂടി ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, പിന്നെന്താ പറയുക, ക്രൗഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടുള്ള പരിപാടിയാണ്. ഇവിടെ ഇതേപോലെ മുതലെടുക്കാൻ കുറേ രാഷ്ട്രീയക്കാരും കുറേ പ്രാഞ്ചിക്കൂട്ടന്മാരായ ബിസിനസ്സുകാരും ഇഷ്ടം പോലെ ആൾക്കാരും ഇവിടെ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ ചിലപ്പോൾ ഇവിടുത്തെ ക്രൗഡും കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥയിൽ എത്തിയാൽ അത് വേറൊരു മാനക്കേടാവും. ഇത് ശരിക്കും ഒരു എക്സാമ്പിളായിട്ട് എടുക്കുക. ഇവിടെ മെസ്സിയെ കൊണ്ടുവരുന്നവർ ഇതൊരു എക്സാമ്പിളായിട്ട് എടുക്കുക. കൊൽക്കത്ത പോലെ ആവരുത് എന്നുള്ളത്. മുംബൈയും ഹൈദരാബാദൊക്കെ അവരുടെ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഡൽഹിക്കാണ് പോകുന്നത്. ഡൽഹിയിലും കാര്യം എന്താ പറയുക, കൊൽക്കത്തയിൽ ഉണ്ടായതിപ്പോൾ ഈ ഗോട്ടൂറിൻ്റെ ആളുകൾക്ക് ഉണ്ട്, അവരുടെ മൈൻഡിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അവിടെ തലമ്പാക്കും തോന്നുന്നില്ല. അപ്പോൾ അതും കൂടി അവർ വെൽ ഹാൻഡിൽഡ് ആക്കി കൊണ്ടുപോകും. പിന്നെന്താ പറയുക, മെസ്സി നിങ്ങൾ ആലോചിക്കും, മെസ്സി കൊൽക്കത്തയിലെത്തി ഫസ്റ്റ് ഇവിടെ കുറേ വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ തന്നെ കാണുന്നത് ഈ രാഷ്ട്രീയക്കാരെ തോണ്ടലും പിടിക്കലും സെൽഫി എടുക്കാൻ പോക്കും. അയാൾക്കന്നെ ഓർത്തു അയാൾ വേറെ എവിടെയെങ്കിലും ചെന്നിരുന്നു. അതൊക്കെ ഭയങ്കര ഷെയിമായിരിക്കുമല്ലോ. ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിലോ എവിടെയെങ്കിലുമൊക്കെ മെസ്സി ഹൗസ് എക്സ്പീരിയൻസ് ഇന്ത്യ പോയിട്ടുള്ളതെന്ന് പറയുമ്പോൾ കൊൽക്കത്തയ്ക്ക് എടുത്ത് പറഞ്ഞുണ്ടല്ലോ, മാനം കെടും നമ്മളെ രാജ്യം.
അങ്ങനത്തെ കാണിച്ചു കൂട്ടില്ല. അതും ഫുട്ബോളിനെ അത്ര സ്നേഹിക്കുന്ന ഒരു നാട്ടിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സംഗതി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അട്രോഷ്യസ് ആണ്. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ മെസ്സിയെ കൊണ്ടുവരാൻ നിൽക്കുന്ന ആളുകളോട് കൊൽക്കത്ത പോലെ അലമ്പാക്കി കൈ കൊടുക്കരുത്. ബാക്കിയുള്ളവർ ചെയ്ത പോലെ അതൊക്കെ മുകളിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരിക. ആൻഡ് ഫോർ ദ ക്രൗഡ് മെസ്സി ഒക്കെ ഫൈനാണ്. പക്ഷേ ഞാൻ സ്റ്റിൽ പറയുന്നത് മെസ്സി അല്ല ഇവിടെ നമുക്ക് ആവശ്യം. ഫുട്ബോളിനുള്ള ഫെസിലിറ്റിയാണ്, കുട്ടികളെ വളർത്താനുള്ള ഫെസിലിറ്റിയാണ്. കോടിക്കണക്കിന് രൂപ കളഞ്ഞ് ഇതേപോലെ ഇപ്പം മെസ്സി വന്നു പോകും. ഇപ്പം ഈ ഗോട്ട് ഇന്ത്യൻ ടൂറിൻ്റെ തന്നെ അവരുടെ ഒരു മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതാണ്. എത്ര കുട്ടികൾ ഇന്ന് ഇൻസ്പയർഡ് ആവും? എനിക്കറിയില്ല എത്ര കുട്ടികൾ ഇൻസ്പയർഡ് ആവുന്നുള്ളൂ. അവിടെ ഗ്രൗണ്ടിൽ മെസ്സിക്ക് കൈ കൊടുക്കാൻ പറ്റിയ, മെസ്സിക്കൊപ്പം ബോൾ തട്ടാൻ പറ്റിയവർ ചിലപ്പോൾ ഇൻസ്പയർഡ് ആവും. അല്ലാതെ ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കുട്ടികൾ നമ്മൾ നാട്ടുകാരൊക്കെ ഉള്ള ഈ ഒരു രാജ്യത്ത് പാരൻസ് ഇൻസ്പയർഡ് ആവുമോ? പാരൻസ് ഇൻസ്പയർഡ് ആയി കുട്ടികളെ കളിപ്പിക്കുമോ? കുട്ടികൾ ഇൻസ്പയർഡ് ആവുമോ? ഭയങ്കര പാടുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ഇത് മെയിൻലി ബിസിനസ്സാണ്. ഇത് മെസ്സിക്കും ബിസിനസ്സാണ്, ഇവിടെ കൊണ്ടുവരുന്നവർക്കും ബിസിനസ്സാണ്, നാട്ടുകാർക്ക് ഇതൊരു കൈൻഡ് ഓഫ് ഇമോഷനുമാണ്. സോ കുറച്ചും കൂടി എന്താ പറയുക, തിങ്ക് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മളെ പൈസ വരില്ലോ, എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ആരെങ്കിലും കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ കൊണ്ടുവന്നാൽ അത് കാണാൻ പോകുന്നവർ പോട്ടെ. സ്റ്റിൽ പറയാനുള്ളത് കൊൽക്കത്ത പോലെ അലമ്പാക്കരുത്. കൊൽക്കത്ത ഇഞ്ചിന് മിസ്സാണ്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അവിടെ ആ അപകടത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നു, അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് എന്താണെങ്കിലും. ഇപ്പോഴാണ് സ്റ്റേഡിയം ഒന്ന് മെസ്സി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ കുറച്ചൊക്കെ പണിയെടുത്തൊന്ന് സെറ്റാക്കിയത്. മെസ്സി 5 മിനിറ്റ് വന്നു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞെട്ടിക്കൽ മെസ്സി കേരളത്തിൽ പോകുമാരെ എളുപ്പം ഇറക്കും. ഞാൻ പറഞ്ഞല്ലോ, ക്രൗഡിന് എനിക്ക് വിശ്വാസമാണ്, പക്ഷേ ഒരു സൈഡിൽ പോകുമ്പോൾ എനിക്ക് വിശ്വാസ കമ്മി ഉണ്ട് ഇവിടുത്തെ ക്രൗഡിന്. എവിടെടാ നമ്മളെ കായി തച്ച് പൊട്ടിക്കുക പറഞ്ഞാൽ മലപ്പുറക്കാരുടെ ചിലപ്പോൾ ആദ്യം ഇറങ്ങാൻ പോകുന്നത്. ഞാൻ മോശം പറയില്ല നമ്മളെ നാട്ടുകാർ, എന്നാലും മെസ്സി വികാരമായതുകൊണ്ട് ചിലപ്പോൾ മെസ്സി പിരാന്തന്മാരെ ഇറങ്ങിക്കളയും. എന്താണെങ്കിലും കൊള്ളാം. അങ്ങനെ മെസ്സി ഇന്ത്യയിലുണ്ട്. ഇത് നമ്മളെ നാട്ടിലെ കുറച്ച് വിഷയങ്ങളൊക്കെ അങ്ങനെ ഭയങ്കര കൊടൂരമായി കത്തി നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ അങ്ങോട്ട് ആരും മൈൻഡ് ചെയ്യാത്തത് എന്താണെന്നുള്ളത് ഞാൻ അങ്ങനെ ആലോചിക്കുകയായിരുന്നു.